ഇപ്പൊ മാഷേ നമുക്ക് ഇതിപ്പോ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓ, റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിട്ടാണോ? അതെ. ഞാൻ ബോംബെയിൽ നമ്മുടെ ബച്ചന്റെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലിയെ. ആരുടെ? അമിതാഭ് ബച്ചൻ ഇല്ലേ? ഓ, പുള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി. ആ ഫാമിലിക്ക് അമിതാഭ് ബച്ചന്റെ ഫാമിലിയായിട്ട് ഒരു ക്രാഷ് ഉണ്ടായിരുന്നു. അത് ശരി. അതിൽ വലിയൊരു പണക്കാരനാണെന്നുള്ള മോഹം കൊണ്ടാണെന്ന് തോന്നുന്നു അവർക്ക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനതിൽ മത്സരിച്ചു. 1.5 കോടി CR ആണ് അവർക്ക് കിട്ടിയത്. 1.5 കോടി. ഇത് 1 കോടിയുടെ ഫ്ലാറ്റാ. ഓഹോ, അപ്പൊ അതിനുള്ളത് പഠിപ്പിച്ചാൽ മതി ഇവിടെ. ഓക്കെ. അതെല്ലാം ഞാൻ പഠിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അപ്പൊ അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്റ്റെപ്സ് ഉണ്ടോ എന്ന് കാണിച്ചേ. എല്ലാം അറിയാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അല്ല, അവൾക്ക് ഡാൻസ് ഒക്കെ അറിയാം. മറ്റേ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. അത് മാഷെ, ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോ ഓട്ടംതുള്ളല് കളിച്ചിട്ടുണ്ട്. അയ്യോ മതിയല്ലോ. പക്ഷെ ഈ റിയാലിറ്റി ഷോയ്ക്ക് നമുക്ക് ഓട്ടംതുള്ളൽ പറ്റില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഇതിൽ നിന്ന് 1-2 പീസസ് എടുത്ത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. മാത്രല്ല ഇവൾക്ക് എന്തൊക്കെയാണ് അറിയാന്നുള്ളത് മാഷക്ക് മനസ്സിലാവുമല്ലോ. ഉള്ളറിയാൻ പറ്റുമല്ലോ നമുക്ക്. അതാണ്. അതൊന്ന് ചെയ്യും. കാണിക്കട്ടെ? കാണിച്ചോളൂ. എപ്പോഴും തട്ട് കുമ്പിട്ടിട്ട് വേണേ ചെയ്യാവുള്ളൂ കേട്ടോ. എന്താ? തട്ട് കുമ്പിട്ട് ചെയ്തതിന് ശേഷമേ. ഓ, ആയിക്കോട്ടെ. മർക്കടവരനുടെ വാക്കുകൾ കേട്ടു ഉൾക്കടരോഷമി എന്നത് ഗരുഡൻ. നോക്കട മൂത്ത കുരങ്ങാ നിന്നുടെ ഇത് നന്നായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്റ്റെപ്പ് റിയാലിറ്റി ഷോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ക്ലാസിക്കലിന്റെ അകത്തേക്ക് സിനിമാറ്റിക്കും വെസ്റ്റേണും കൂടെ മിക്സ് ചെയ്ത് കയറ്റണം. പിന്നെ അവർക്ക് ഈ അതിൽ കൂടുതൽ കാണുന്നത് മറ്റേ ബ്രേക്ക് ആണ്. ആ ബ്രേക്ക് ഇതിൽ വരും. ഇതിൽ ഞാൻ ബ്രേക്ക് ഇടുന്നുണ്ട് ഞാൻ ഇതിൽ ബ്രേക്ക്. ഓക്കെ, അപ്പൊ അതങ്ങ് ചെയ്യാം. പിന്നെ ക്ലാസിക്കലായിട്ട് വേറെ ഏതാ പഠിച്ചിട്ടുള്ളത്? ഒരു 4 പീസസ് അത്ര മതി. ഒരു സ്റ്റെപ്പ് അറിയാം. കാണിച്ചോളൂ. ഇത് നന്നായിട്ടുണ്ട്. ഇത് മതി. ഇതിനുള്ളിലേക്ക് വേണം നമുക്ക് സിനിമാറ്റോട് മിക്സ് ചെയ്തിട്ട് പോകാനായിട്ട്. പിന്നെ നിങ്ങൾ ഫാമിലീസ് ആയിട്ടല്ലേ? അതെ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് മാഷേ. എന്താ? ഇവൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡാൻസിന്റെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവളത് നന്നായിട്ട് ചെയ്യും. ഓഹോ. ഈ ഡാൻസിന് ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് താളല്ലേ? താളാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ആ താളില്ല. താളില്ല? ഇല്ല. അപ്പൊ എത്ര വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്? ഇപ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-12 വർഷമായി. അപ്പൊ താളം തെറ്റും. സാരമില്ല, ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. ഞാനത് റെഡിയാക്കി തന്നിട്ട് ഇവിടുന്ന് പോകും. അതുപോലെ ഏട്ടന് ഞാൻ ഒരു സ്റ്റെപ്പ് പഠിപ്പിച്ചു. ഇവിടെ കാണിക്കാൻ പാടില്ല. ഒന്ന് കാണിക്കും നോക്കട്ടെ. മാഷ് കാണിച്ചു തരുമ്പോ ഞാൻ കാണിച്ചാ പോരെ? നോ. ഉള്ളിൽ കിടക്കുന്നത് ആദ്യം പുറത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ഞാൻ തരുന്നത് അകത്തെടുത്തിട്ട് പിന്നെ അത് പുറത്ത് തരണം. മുണ്ട് മടക്കി കുത്തരുത്. അത് ഐശ്വര്യക്കേടാണ്. അതാണ്. അങ്ങനെയല്ല, നമ്മുടെ സ്റ്റേജിന്റെ താഴെ ഓഡിയൻസും ഒക്കെ കാണുമല്ലോ. ഒരിക്കലും മടക്കി കുത്തി നിന്ന് ചെയ്യരുത്. വിരലുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫിംഗേഴ്സ്. നമ്മുടെ ഫിംഗേഴ്സിൽ ഓരോ മുദ്രകളുണ്ട്. അപ്പൊ ഫിംഗേഴ്സ് എപ്പോൾ വെക്കുമ്പോഴും വിടർന്ന് നിൽക്കണം. ഇത് തേങ്ങ ഇടുന്ന പോലെ അതല്ല. എളിയിൽ കൈവെക്കും. അങ്ങനെ വെച്ചിട്ട് വേണം കാണിക്കാൻ കേട്ടോ. കാണിച്ചോളൂ. 1 2 3 സ്റ്റാർട്ട്. ഓഹോ, മതി. നന്നായിട്ടുണ്ട്. ഇരിക്കൂ. കൊള്ളൂലേ? ഇത് ഞാൻ കുറച്ചുകൂടി നന്നാക്കി തരാം. ഇതിപ്പോ വൈഫ് പഠിപ്പിച്ചതന്നല്ലേ ഉള്ളൂ. പക്ഷെ ആ പഠിപ്പിച്ചതിൽ ഇത്രയും കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ വലിയൊരു കഴിവ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ലക്കി ഗേൾ ആണ് നിങ്ങൾ. കാര്യം ഇങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടിയത്. ഇനി നേരത്തെ കാണിച്ച ആ സ്റ്റെപ്സ് ഒന്നുകൂടെ കാണിച്ചു തന്നു. നമുക്ക് അതിൽ വേണം ഈ സിനിമാറ്റിക് മിക്സ് ചെയ്യാൻ. അതാണ്. നന്നായിട്ട് കളിക്കേ. അല്ല, കൈ വിടർന്ന് മേളിൽ വരണം. അങ്ങനെ വരണം. അതൊന്നുകൂടെ കാണിച്ചു. മേളില് അങ്ങനെ നിൽക്കണം. ഇത് താന്ന് പറയണം. ഓക്കെ, എക്സ്ക്യൂസ് മീ, ഞാൻ കാണിച്ചു തരാം. ഒന്നുകൂടെ നല്ല ഇതായിട്ട് നിൽക്കും. നേരെ പിടിക്കേ. മാഷ് കാണിച്ചു തരുന്ന പോലെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നമ്മളിപ്പോ ഈ ഡാൻസിലാണോ നമ്മൾ ഈ വെസ്റ്റേൺ മിക്സ് ചെയ്യാ? ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടേ പോകൂ. എന്തോ? അല്ല, മിക്സ് ചെയ്ത് തന്നിട്ടേ പോകൂ. നിങ്ങൾ പേടിക്കണ്ട, അവിടെ ഇരുന്നുള്ളൂ. ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ. നമ്മുടെ ഫിംഗേഴ്സ് വിടർന്ന് നിൽക്കട്ടെ. ഈ ഫിംഗേഴ്സിലൊക്കെ ഓരോരോ അർത്ഥങ്ങളാണ്. ഇത് കണ്ടോ? കൈ പൊക്കി പിടിക്കൂ. എന്താ കാണിക്കുന്നത്? എന്താ ഇത്? മാഷല്ലേ, വേറെ ആരും അല്ലല്ലോ. മാഷ് പറഞ്ഞു തരുന്നത് പോലെ ചെയ്യണ്ട ജമന്തി. നോക്കൂ, ഇപ്പൊ ഒരു മ്ലാനതയില്ലേ കാണാനായിട്ട് മൊത്തത്തില്? നോട്ടം ഇതാണ് നോട്ടം. അവിടേക്ക് കയ്യിലേക്ക് നോക്കിയേ. ഇനി താഴത്തെ കയ്യിലേക്ക് നോക്കി.
ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വിരൽ ഇച്ചിരി കൂടെ ഹൈറ്റ് എടുക്കും. ആ ഇങ്ങനെ നിൽക്കും. അതാണ് അവിടെ ഇരുന്നോളൂ. ഇങ്ങനെ നിന്നോളൂ. നമ്മുടെ ഓരോ മുദ്രകൾക്ക് നമുക്ക് അതിൻ്റെതായ ഒരു ഇതുപോലത്തെ അതാണ് ശ്രദ്ധിക്കുന്നില്ല കുട്ടി. അതാണ് കണ്ട കൈ ഉണ്ടല്ലേ. ഇപ്പം നമ്മളൊന്ന് മേളിലേക്ക് നോക്കിയേ. ആ മറ്റേ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കും. നമ്മൾ ശൃംഗാരഭാവം കൊടുത്തിട്ടൊന്ന് നോക്കിക്കേ. എന്നെയല്ല, മേളിലേക്ക് കയ്യിലേക്ക് കണ്ടോ, ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് നമ്മൾ എന്റെ മുഖത്തോട്ട് നോക്കിയിരുന്നാൽ എങ്ങനെയാണ് ജമന്തി? അങ്ങോട്ട് നോക്ക്. അതെ, എന്താ ഇത് ഉണ്ടോ? നീ സ്റ്റെപ്സുകൾ എടുക്കൂ. ഒരു സ്റ്റെപ്സ് വെച്ച് നേരത്തെ ചൊല്ലിട്ടെ. ഏത് താഹ? താഹ അല്ല, താഹ. ആ ഉള്ളിലായിരിക്കണം ഉച്ചാരണം. കാല് പുറകോട്ട് എടുക്കും. നീ ഞാൻ ചൊല്ലാവേ. താഹ കണ്ടോ? താഹ താഹ എന്താ മാഷേ? ഞാനല്ല. അമ്മ, ഞങ്ങൾ രണ്ടുപേരും ഡാൻസ് പഠിക്കുകയാണ്. ഇത് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ഡാൻസ് മാഷാണ് PP. ഇങ്ങനെയാണോ ഡാൻസ് പഠിപ്പിക്കുന്നത്? ഏത് BP ആയാലും മര്യാദയ്ക്ക് ഡാൻസ് പഠിപ്പിക്കാൻ അറിയാമോടാ നിനക്ക്? ഇതാരേത്? അമ്മയാ. ആരുടെ? ഏട്ടന്റെ. എൻ്റെ അമ്മയെ. ഡാൻസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ചേതോ വികാരത്തിൽ നിന്നും വിടർന്നു വരുന്ന മ്ലാസ്മനികതയുടെ ഒരു കൂടിക്കാഴ്ചയാണിത്. അത് ഉത്ഭവിക്കുന്നതോ നിഗൂഢമായ നിർബലത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നു വന്നൊരു മ്ലേനതയാണ്. മ്ലേനതയൊന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് ഡാൻസ് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. നീ പറഞ്ഞല്ലോ, നിനക്ക് മനസ്സിലായ? അമ്മ, ഇതിലെന്താ മനസ്സിലാക്കാനുള്ളത്? നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. മനസ്സിലായി. അമ്മ, വൈരൂപ്യങ്ങളുടെയും വൈജാത്യങ്ങളുടെയും വിഷമതകളുടെയും ഒക്കെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഈ വികാര സമ്മിശ്രങ്ങളുടെ ഒക്കെ ബാഹ്യമായിട്ടുള്ള പുരസ്കരണമാണ് കല. അങ്ങനത്തെ കല ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് ഡാൻസ് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിച്ചോ, അല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോ. അമ്മക്ക് എന്താണ്? ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടണ്ടേ? മര്യാദയ്ക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് പഠിപ്പിക്കാൻ പറയുന്നത് ഇവിടെ അമ്മ ഇത് പോയേ, വെറുതെ ഞാൻ പോയേക്കാം. ഇത് നിങ്ങളുടെ പെങ്ങള് പാര വെച്ചാ. അയ്യോ, പെങ്ങളുണ്ടോ? അതിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കാം. അയ്യേ, അത് ഡാൻസ് കളിക്കാനൊന്നും കൊള്ളൂല. അയ്യോ, അതൊക്കെ നമ്മൾ പഠിപ്പിച്ചല്ലേ എടുക്കുന്നത്. താളബോധം ഇല്ല. അതെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ അനിയത്തിയമ്മ താളം ഉണ്ടാവുകയില്ല. പക്ഷേ ആ താളം ഞാൻ പഠിപ്പിച്ചെടുക്കും. അതല്ലെന്നേ. പിന്നെന്താ? പിന്നെ ഈ സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോ ഒരു ഭംഗിയൊക്കെ വേണ്ടേ? മേക്കപ്പിൽ കൊണ്ടുവരാം. അല്ല, എന്നെക്കാട്ടും തടിയുണ്ട്. അതൊക്കെ ഡാൻസ് ചെയ്യുമ്പോ കുറയൂല്ലേ? അത് മാത്രല്ല മാഷേ, പിന്നെന്താ? അവളാണെങ്കിലുണ്ടല്ലോ ആകെ കറുത്ത് ഇരുണ്ട് ഭൂതം പോലെ ഇരിക്കും. കുറച്ച് കറുത്തിട്ടാണ്. അങ്ങനെയുള്ള കുട്ടിയൊന്നും ഡാൻസ് പഠിപ്പിക്കാൻ എന്നെ കിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള ആളല്ല. എനിക്ക് ഈ കുട്ടി തന്നെ മതി. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. അവര് ഡാൻസ് പഠിപ്പിച്ചിട്ട് അവര് നന്നായി കളിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റ് അവർക്ക് പോകില്ലേ? അത് പോകും. ഫ്ലാറ്റ് നിങ്ങൾക്ക് അതെന്തായാലും അവള് കളിക്കില്ലാന്ന് എനിക്കറിയാം. ചുമ്മാരി ഫ്ലാറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അത് ഞാൻ ഒരു മനുഷ്യർക്കും വേറെ കൊടുക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് ഡാൻസ് പരിശീലനം ശരി. അമ്മയുടെ ശല്യം ഇങ്ങനെ ആയാൽ മുമ്പോട്ടും ഉണ്ടാകും. നമുക്ക് വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. വേറൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം ചെയ്താലോ? എളുപ്പം. വേറെ ഒരു ശല്യമോ ആരുടെ ഒരു ഉപദ്രവം ഇല്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് ബോംബെക്ക് പോയാലോ? എന്റെ ഫ്ലാറ്റിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം. അയ്യോ, ബോംബെക്കൊന്നും പോകണ്ട മാഷേ. അയ്യോ, നല്ല സുഖമായിരുന്നു അവിടെ. അപ്പൊ രണ്ട് ഗുണമാണ്. നമുക്ക് ഡാൻസും പഠിക്കാം, ഹിന്ദീസും പ്രാക്ടീസ് ചെയ്യാം. ഹിന്ദി ഭാഷയെ അതും പഠിക്കാമല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്യാം. നമുക്ക് അവിടെ പഠിക്കാം. ഏട്ടന്റെ ഓഫീസിന്റെ അടുത്തുള്ള മുറി ഏതെങ്കിലും നോക്കാം. ലോക്കൽസ് ഏരിയ ഒക്കെ ആണെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആകും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ബുദ്ധിമുട്ടില്ലാത്ത എവിടെയെങ്കിലും നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ശരി ശരി. എന്നൊരു കാര്യം ചെയ്യാം. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം. ഓ, ചായ കുടിക്കാം. ചായ എടുത്തോളൂ. ചായ കുടിക്കോ? പാലെടുക്കട്ടെ? അയ്യോ, ചായ കുടിക്കും. ഞാൻ പറഞ്ഞു പോയോ? അയ്യോ, ആ തിരക്കിനിടയിൽ അമ്മയുടെ ഡിസ്റ്റർബൻസും എല്ലാം കൂടെ ഇപ്പൊ കോൺസെൻട്രേഷൻ പോയിട്ട് പറഞ്ഞതാ. ചായ കുടിക്കില്ല, ജ്യൂസസ്. ജ്യൂസ് ഇപ്പൊ ഒന്നുമില്ലല്ലോ. പാലെടുക്കാം. മാങ്ങാസ് കാണില്ലേ? മാങ്ങാസ് പിടിഞ്ഞാലും ജ്യൂസസ് പാലെടുത്തിട്ട് ശക്കല ഹോർലിക്സ് വേണമെങ്കിൽ. അതുമില്ല. എന്നാൽ മധുരം ഇടാമോ? നോ ഷുഗർ. എന്നാ മാഷി ഇരിക്കേ. വേണമെങ്കിൽ ഏട്ടന്റെ ആ സ്റ്റെപ്പ് ഒന്ന് ശരിയാക്കി. അത് വന്നു കഴിഞ്ഞിട്ട് ചെയ്യാം. ജ്യൂസസോ പാലസോ കുടിക്കട്ടെ. മാഷി ഇരിക്കട്ടോ. ഓ, അമ്പോ, ഈ ഫോണും കൂടി എടുക്കാതെ നിങ്ങൾ നേരം വിളിക്കാൻ എങ്ങോട്ട് ഇറങ്ങി ഓടിയത്? ഓ, ഞാനാ കുരിശുപള്ളിയിലവിടെ 10 മെഴുതിരി എത്തിക്കാൻ പോയതാ. എന്തിന്? ഭയങ്കര വിശ്വാസിയായോ? കനകന് വേണ്ടി. ക്ലീറ്റോ? കനകന് വേണ്ടിട്ട് ക്ലീറ്റോ മെഴുകുതിരി എത്തിച്ചെന്നോ? എന്താണ് ഭയങ്കര സ്നേഹം.
അതെ സ്നേഹം കൊണ്ടൊന്നുമല്ല അവൻ ആ റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താവാൻ വേണ്ടിയിട്ടാണ്. ഇതാ പറഞ്ഞത് നിങ്ങൾ ദൂഷിച്ചതാന്ന്. എന്ത് വൃത്തികെട്ട സ്വഭാവ ക്ലീറ്റോന്. നമ്മുടെ കുടുംബത്തെ ഒരാൾ നന്നാവണത് കൊള്ളൂല അല്ലേ? പിന്നെ ആ റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ തന്നെ രണ്ടും തറയിലല്ല. അത് നേരട്ടെ, പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല. ആ മന്ദത്തിക്ക് അഹങ്കാരം മുഴുവൻ മെനകെട്ടത്. കാണ്ട നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവനാണ് ലോക അഹങ്കാരി. ഒന്നുമല്ല, അവൾ അഹങ്കാരി. ക്ലീറ്റോ ആ ഡാൻസ് പഠിപ്പിക്കാൻ തന്നെ ആളില്ലേ, അയാൾ അവളുടെ കയ്യിലും കാലിലൊക്കെ പിടിച്ച ഡാൻസ് പഠിപ്പിക്കണേന്ന് അവൾക്ക് ഒരു കുഴപ്പമില്ല. അല്ല നിന്റെ ആ നാത്തു മന്ദത്തിയെ ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ ആ മാഷ് കാല് പിടിക്കേണ്ടി വരും. കാരണം കലയെന്ന് പറഞ്ഞത് തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. നമുക്കും പോവായിരുന്നു ക്ലീറ്റോ ഡാൻസ് പഠിച്ചിട്ട്. ഞാനും അത് ആലോചിച്ചതങ്കം. നമ്മുടെ ആ ജയശ്രീ ടീച്ചർ ഉണ്ടല്ലോ, അവർ നന്നായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നത് കേട്ട്. പോയാലോ? അല്ലതങ്കം, ഒരു കണക്കിന് ആലോചിച്ചാലേ അവർക്ക് ഫ്ലാറ്റ് കിട്ടുന്നതും നല്ലതാ. ഫ്ലാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവനും അവളും നിന്റെ തള്ളയും കൂടെ ഫ്ലാറ്റിലോട്ട് പോകൂലേ. അപ്പൊ പിന്നെ ഈ വീടും ഇതൊക്കെ നമുക്ക് സ്വന്തമാവുമല്ലോ. അത് വേണ്ട കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ്ടേ? അവൻ അവിടെ കിടക്കണതാ എൻ്റെ ഒരു ധൈര്യം. നീയും കൂടെ ചെല്ലടി അവന്റെ കൂടെ. നിങ്ങളിപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ട, നിങ്ങൾ പോയി ഒരു കൂടി മെഴുകുതിരി എൻ്റെ പേരിലും കൂടി അങ്ങ് കത്തിച്ചോ. എന്തിനു? അവന് ഫ്ലാറ്റ് കിട്ടാതിരിക്കാൻ. ഓ, ചോറ് ഇവിടെയും കൂറ് അവിടെയല്ലേ. ഈ മനസ്സുകൊണ്ട് മെഴുകുതിരി ഞാൻ അവിടെ കത്തിച്ച് വെച്ചാലും അവന് ഗുണം ഉണ്ടാവുകയുള്ളൂ. ഇടിയപ്പം കറിയെന്ന് പറഞ്ഞു ഉണ്ടാക്കിയ ഇത് എന്താ നാടി ഇത്? കുറെ നാൾ കൊണ്ട് നീ വേവിക്കാൻ എടുക്കുകയൊക്കെ ചെയ്യല്ലോ, ഉപ്പുമില്ല. അതെ, അതങ്ങോട്ട് അടച്ചു വെച്ച് തിന്നണ്ട. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ആഹാരമായി പോയി. വെറുതെ എന്തിനാ അതിനോട് ഞാൻ പിണങ്ങണേ? എന്താ ക്ലീറ്റ്, എന്തിനാ ഇങ്ങനെ വേണ്ടാത്ത വർത്താനം പറയാം? പിന്നെ നീ ഇങ്ങനെ ഒരു ഇത് പറഞ്ഞാ നിനക്ക് എപ്പോഴും ഈ കനകനോടാ സ്നേഹം. എന്നോട് ഞാനൊരു ഇടി ഇതിന്റെ കെട്ടി വരും. ഓ, വഴക്കിടല്ലേ. തിന്നോ? നമുക്ക് ഔട്ടാക്കണ്ടേ അവരെ? ഞാൻ വേറൊരു വഴിയൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയില്ല, അത് സസ്പെൻസാ. അത് നടന്നിട്ട് ഞാൻ പറയാം. നടക്കോ? നടക്കും. എനിക്ക് അവളുടെ അഹങ്കാരം കാണാൻ വയ്യ. നീ കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ നിങ്ങളെ നോക്കിയിരിക്കേണ്ട കാര്യം എന്താ? നല്ല കറി കേട്ടോ. Versus Alien.